Good morning, all. അപ്പോൾ നമ്മളിന്ന് ഫോർത്ത് സെമസ്റ്ററിൻ്റെ പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫോർത്ത് സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രിയാണ് ഉള്ളത്. അതിൽ ഞാൻ എടുക്കുന്ന ഫിസിക്കൽ കെമിസ്ട്രി അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന രണ്ട് യൂണിറ്റ്സ് ആണ്. വി വിൽ സ്റ്റാർട്ട് ബൈ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ്. അപ്പോൾ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് നിങ്ങൾ പ്ലസ് ടുവിനൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും, വാട്ട് ഈസ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്നൊക്കെ. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് അരോമാറ്റിക്, അതായത് നല്ല സ്മെല്ലി ആയിട്ടുള്ള കോമ്പൗണ്ട്സ് യൂസ് ചെയ്തിട്ടാണ് ഫസ്റ്റ് ഇതിൻ്റെ സ്റ്റഡീസ്. അരോമ എന്ന പേര് അത് വരാൻ കാരണം ബിക്കോസ് ചില പ്ലാന്റ്സിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്യുന്ന ഓയിൽസ് ലൈക്ക് വിൻ്റർ ഗ്രീൻ ഓയിൽ, അപ്പോൾ അതിനൊക്കെ പ്ലസൻറ്റ് സ്മെല്ലുണ്ട്. അപ്പം they observe that the compounds responsible for the characteristic aroma of such oils have some chemical properties. അപ്പം ഇതേപോലെ എക്സ്ട്രാക്ട് ചെയ്ത് വരുന്ന സ്മെല്ലി ആയിട്ടുള്ള ഓയിൽസിലുള്ള കോമ്പൗണ്ട്സ് സിമിലർ ആയിട്ടുള്ള അരോമാറ്റിക് പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ടെന്ന്, അല്ല സിമിലർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആ കോമ്പൗണ്ട്സിനെ അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പേരിട്ടു. അരോമ എന്ന് പറയുന്നത് ഇൻ ഗ്രീക്ക് ഇറ്റ് മീൻസ് ഫ്രാഗ്രൻറ്റ് ഓഡർ. അപ്പം നല്ല മണമുള്ള കോമ്പൗണ്ട്സിനെയാണ് അവർ ആദ്യം അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പേര് കൊടുത്തത്. അപ്പോൾ ഫസ്റ്റ് ഇതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയത് ഫാരഡെയാണ്. ഫാരഡെ എന്ത് ചെയ്തു? ഹി ഡിസ്കവേർഡ് ബെൻസീൻ ഹി ഡിസ്കവേർഡ് ആക്സിഡൻ്റലി. എങ്ങനെയാണ്? വെയിലിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത ഓയിൽ ഹീസ് അലൗഡ് ടു ഇവോപ്പറേറ്റ് ചെയ്ത് പോയപ്പോഴത്തേക്കും അതിൻ്റെ റിമെയിൻ സം റെസിഡ്യൂ അണ്ടർ ദ ബോട്ടം ഓഫ് ദ വെസൽ. ആ റെസിഡ്യൂവിനെയാണ് ബെൻസീൻ എന്ന് പേരിട്ടത്. ലെറ്റർ ഇൻ 1834 മിസ് ചെർലിച്ച് എന്ന scientist, he studied its structure and he found that the structure of benzene is C6H6. അപ്പോൾ പുള്ളിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റൗണ്ട് സ്ട്രക്ചർ ആണെന്നൊന്നും മനസ്സിലായിട്ടില്ല, പക്ഷേ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 6 കാർബൺ ആൻഡ് 6 ഹൈഡ്രജൻ എന്നുള്ളൊരു കൺക്ലൂഷനിലെത്തി. ആസ് മോർ ആൻഡ് മോർ aromatic compounds were isolated and studied, it became evident that they contain at least 6 carbon atoms and had low carbon to hydrogen ratio. And they are structurally related to benzene. അപ്പം അപ്പോൾ അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ബെൻസിൻ മാത്രമെന്ന് പറയാൻ പറ്റില്ല, ബെൻസിൻ സ്ട്രക്ചറുള്ള കോമ്പൗണ്ട്സ് എന്ന് മാത്രം പറയാൻ പറ്റില്ല. അപ്പം ലേറ്റർ ദ സയൻറ്റിസ്റ്റ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദേ ഹാവ് സം കെമിക്കൽ പ്രോപ്പർട്ടീസ്, ദേ ഷെയർ സം ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അപ്പോൾ പ്രോപ്പർട്ടീസുകൾ തമ്മിൽ ഒരു കോമൺ നേച്ചർ വന്നു, അതായത് അഡിഷൻ റിയാക്ഷൻ തരും, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ തരും, അല്ലെങ്കിൽ നമ്മൾ കത്തിക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ഗീവ് സ്മോക്ക്. അപ്പോൾ നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അരോമാറ്റിക് കോമ്പൗണ്ട്സിനെ എങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പം അല്ലെങ്കിൽ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടീസൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ പ്രോപ്പർട്ടീസ് സിമിലറായിട്ട് വരുന്ന കോമ്പൗണ്ട്സിനെ നമ്മൾ അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പേര് കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് നോമൻക്ലേച്ചർ. ഇപ്പോൾ നോമൻക്ലേച്ചർ ഓഫ് ബെൻസീൻ വരികയാണെങ്കിൽ യൂഷ്വലി ദ ലൂയിസ് സ്ട്രക്ചർ ഓഫ് ബെൻസീൻ കൺസിസ്റ്റ് ഓഫ്, അപ്പോൾ ബെൻസീൻ്റെ സ്ട്രക്ചർ പിന്നെ ലേറ്റർ ലൂയിസ് ആണ് അതിൻ്റെ സ്ട്രക്ചർ ആൾട്ടർനേറ്റ് കാർബൺ സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ട് സ്ട്രക്ചറാണ് ബെൻസീൻ ഉള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആൽക്കീൻ എന്ന് പറയാൻ, ആൽക്കീൻ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ആദ്യം, പക്ഷേ അത് ആൽക്കീൻ അല്ല എന്ന് മനസ്സിലായത്. ഈ ആൾട്ടർനേറ്റ് പൊസിഷനിലിരിക്കുന്ന ഡബിൾ ബോണ്ട്സ് ഇറ്റ് ഈസ് നോട്ട് ഫിക്സഡ്. ആൽക്കീൻസിലാണെങ്കിൽ ഡബിൾ ബോണ്ട്സ് ഫിക്സഡ് ആണ്. 1 പൊസിഷനിലിരിക്കുന്ന ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആൽക്കീനിൽ അത് ഫിക്സഡ് ആണ്. പക്ഷേ ഈ കേസ് ഓഫ് ബെൻസീൻ നമുക്ക് ഇവിടെ തന്നെ കാണാം, റെസൊനേറ്റിംഗ് സ്ട്രക്ചേഴ്സ് രണ്ടെണ്ണം വരച്ചിട്ടുള്ളത്. അതിൽ ഒന്ന് കാണിച്ചിരിക്കുന്ന ബോണ്ട് നെക്സ്റ്റ് സ്ട്രക്ചർ വരുമ്പോൾ അത് സെക്കൻഡ് പൊസിഷനിലാണ്. സോ ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ചെയ്യുന്ന സ്ട്രക്ചറാണ് ബെൻസീനുള്ളത്. അതായത് പല രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഒന്ന് ബോൺസ്, ഇന്നർ ബോൺസ് എന്ന് പറയുന്നത് സൈക്ലിക് റിംഗ് വരച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ കാർബൺ ഹൈഡ്രജൻ വെച്ചിട്ട് എക്സ്പ്രസ് ചെയ്യാം. അപ്പം നമുക്ക് ഇതിൻ്റെ പേര് 1,3-ട്രയീൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഫിക്സഡ് ആയിട്ട് പറയാൻ പറ്റില്ല ബെൻസീൻ, ബിക്കോസ് പൊസിഷൻ ഇസ് നോട്ട് ഫിക്സഡ്.
The second time, if you are naming it as a cyclohexane 135 triene, this next second you will turn it as a 246 triene. So its structure, its name cannot be fixed as a fixed by numbering. അപ്പോൾ അതുപോലെ നമുക്ക് ബെൻസീനിൽ ഒരു ഹൈഡ്രജൻ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ആ കോമ്പൗണ്ടിനെ ഫിനൈൽ ഗ്രൂപ്പ് എന്ന് പറയും. അതിൽ ഫിനൈൽ ഗ്രൂപ്പിൽ തന്നെ ഒരു CH2 ഗ്രൂപ്പ്, ഹൈഡ്രജൻ മാറ്റിയിട്ട് അതിൻ്റെ പൊസിഷനിൽ ഒരു CH3 അല്ല CH2 കൊണ്ടുവന്നാൽ ബെൻസൈൽ എന്നാണ് പേര് പറയുക. ബെൻസീൻ അല്ല, ബെൻസൈൽ. അതുപോലെ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ നെയിം ചെയ്യണമെങ്കിൽ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആ ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ പേര് വെച്ചിട്ട് തന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം അതിൻ്റെ പേര്. When a single hydrogen atom of the benzene is replaced by a group, we will get a monosubstituted benzene. Such compound is named as a derivative of benzene by giving an indication about the substituent as prefix to the word benzene. അപ്പോൾ ബെൻസീന് മുമ്പ് ആ സബ്സ്റ്റിറ്റ്യൂവൻ്റ് പേര് പറഞ്ഞ് നമ്മൾ പേര് എക്സ്പ്രസ് ചെയ്യും. For example, you can see here it is a chlorobenzene, nitrobenzene, ethyl benzene, tertiary butyl benzene, അല്ലെങ്കിൽ പ്രൊപ്പോക്സി ബെൻസീൻ. അപ്പോൾ നമ്മൾ ഏത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ് അതിൽ ഇടുന്നത് അത് വെച്ചിട്ട് അതിൻ്റെ ബെൻസീന് പ്രിഫിക്സ് ആയിട്ട് നമ്മൾ നെയിം ചെയ്യും. അതാണ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻസ്. എന്നാൽ ചില ബെൻസീനിൽ സം മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻസ് ഹാവ് കോമൺ നെയിംസ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻ്റ് പേര് എടുത്ത് പറയേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അതിന് ആ കോമൺ നെയിംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആർ അക്സെപ്റ്റഡ് ബൈ IUPAC. അതിലൊന്നാണ് ടോളുവിൻ എന്ന് പറഞ്ഞാൽ ഫിനൈൽ ഗ്രൂപ്പിൽ CH3 ഗ്രൂപ്പാണ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ ഫീനോൾ എന്ന് പറയുന്നത് OH സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്നത്. ഇവിടെ ഇത് ബെൻസൈൽ ക്ലോറൈഡ്, CH3 ടോളുവിൻ, CH2 ഡബിൾ ബോണ്ട് CH വരുന്ന സ്റ്റൈറീൻ, OH വന്നാൽ ഫീനോളായി. ആൾഡിഹൈഡ് ഗ്രൂപ്പാണെങ്കിൽ ബെൻസാൾഡിഹൈഡ്, COH വന്നു കഴിഞ്ഞാൽ ബെൻസോയിക് ആസിഡ്, NH2 വന്നാൽ അനിലിൻ. അപ്പോൾ ഇങ്ങനെ കോമൺ നെയിംസ് ഉള്ള കുറേ കോമ്പൗണ്ട്സ് ഉണ്ട്. ആ കോമൺ നെയിംസ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്ട്രക്ചർ എഴുതാൻ ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കും. സോ ആ കോമൺ നെയിമും സ്ട്രക്ചറും ബൈ ഹാർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ ആനിസോള്, ബെൻസോനൈട്രൈൽ, ബെൻസീൻ സൾഫോണിക് ആസിഡ്, ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ നിങ്ങൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ സ്ട്രക്ചർ എല്ലാം പഠിക്കുക. When the substituent on the benzene ring is a complex group which cannot be easily named, then C6H5 group, that is a phenyl group, can be treated as a substituent and the compound named as in the case of aliphatic compound. അപ്പോൾ നമുക്ക് തരുന്ന ആ സബ്സ്റ്റിറ്റ്യൂൻ്റ് എന്ന് പറഞ്ഞാൽ ബിഗർ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ നമ്മൾ മെയിനായിട്ട് എടുക്കുകയും ഫിനൈലിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് പറയുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ 2-phenyl ഹെക്സൈനിൽ നമ്മൾ ഹെക്സൈൻ മെയിൻ ഗ്രൂപ്പായിട്ട് എടുക്കുകയും ഫിനൈൽ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് പറയുകയും ചെയ്യും. അതായത് ഹെക്സൈൻ്റെ സെക്കൻഡ് പൊസിഷനിൽ ഫിനൈൽ ഗ്രൂപ്പ് ഒരു സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് നിൽക്കുന്നു. അതുപോലെ ഡൈഫിനൈൽ ഈതർ, അതുപോലെ ഡൈബെൻസൈൽ ഈതർ. അപ്പോൾ അതൊക്കെ നമുക്ക് ബെൻസീൻ സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കേസസ് ആണ്. നെക്സ്റ്റ് നമ്പറിങ് ഓഫ് ബെൻസീൻ സിസ്റ്റം. അപ്പോൾ മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീനിൽ നമ്മൾ നമ്പറിങ് ആവശ്യമില്ല, കാരണം ഓൾ ദ 6 കാർബൺ ആറ്റംസ് ആർ ഈക്വലൻറ്റ്. നമ്മൾ എവിടെ ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് എനി ഓഫ് ദ ഫങ്ഷൻ ഗ്രൂപ്പിൻ്റെ ബെൻസീൻ, വി വിൽ ഗീവ് ദാറ്റ് പൊസിഷൻ നമ്പർ 1 ബിക്കോസ് ദ ലോവസ്റ്റ് പ്രയോറിറ്റി ഈസ് കൺസിഡേർഡ്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ നമ്പറിങ് സിസ്റ്റം കൊടുക്കുന്നത്, എപ്പോഴും ലോവസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കും ആ പൊസിഷന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീന് നമുക്ക് അതിൽ പ്രത്യേകിച്ച് നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല, ബിക്കോസ് എല്ലാ കാർബൺ ആറ്റംസും ഈക്വലൻ്റ് ആണ്. പക്ഷേ ഇൻ ദി കേസ് ഓഫ് മോർ ദാൻ 1 സബ്സ്റ്റിറ്റ്യൂവൻറ്റ്, അതായത് ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ അല്ലെങ്കിൽ അത് കൂടുതൽ വരികയാണെങ്കിൽ ദെർ ഈസ് എ നീഡ് ഫോർ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് നമ്പർ.
because we need to identify the location. അപ്പോൾ അതിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമ്പറിങ് ക്യാൻ ബി ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും കൊടുക്കാം. ബട്ട് ഏത് ഡയറക്ഷൻ കൊടുക്കുമ്പോഴായിരിക്കും ലോവസ്റ്റ് പ്രയോറിറ്റി ആ ഫങ്ഷൻ ഗ്രൂപ്പിന് വരുന്നത്, ദാറ്റ് ഷുഡ് ബി കൺസിഡേർഡ്. അതുപോലെ നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് തന്നെ 2 or 3 times റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ യൂസ് ദ നെയിം ഡൈ, ട്രൈ, ടെട്ര, ദാറ്റ് വേ. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ ഇവിടെ ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസിൻ തന്നിട്ടുണ്ട്. സോ ബ്രോമോ ക്ലോറിനുമാണ് 1 ബ്രോമോ 3 ക്ലോറോ ബെൻസീൻ, 1 2 3 1 2 4 ട്രൈ നൈട്രോ ബെൻസീൻ. അപ്പോൾ ഏത് പൊസിഷനിലാണോ മിനിമം നമ്പർ വരുന്നത് ആ ഡയറക്ഷനെ ഇതിന് ഫോളോ ചെയ്യാൻ പാടുള്ളൂ. രണ്ട് പൊസിഷനിലേ ഉള്ളൂ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എങ്കിൽ വി നീഡ് ടു കൺസിഡർ വെദർ ഇറ്റ് ഈസ് ഓർത്തോ, മെറ്റ ഓർ പാര. അപ്പോൾ 1 2 പൊസിഷനിലാണെങ്കിൽ രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരുന്നത് ഇപ്പോൾ 1ഉം 2ഉം പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ദെൻ വി കോൾ ഇറ്റ് ആസ് എ ഓർത്തോ പൊസിഷനിങ്. അതായത് ഓർത്തോ പൊസിഷനിലാണ് ആ ഫസ്റ്റ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഓർത്തോ പൊസിഷനിലാണ് സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് വന്നത്. അപ്പോൾ അടുത്ത 1 3 പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ആസ് എ മെറ്റ ടു ദ ഫസ്റ്റ് പൊസിഷൻ. നമ്മൾ 1ഉം 3 എന്ന് പറയുന്നത് മെറ്റാ പൊസിഷനിങ് ആണ്. അതുപോലെ 1ഉം 4ഉം എന്ന് പറയുന്നത് പാരാ പൊസിഷനിങ് ആണ്. അപ്പോൾ ഈ പൊസിഷൻ നമ്പറിങ് ഒന്ന് ശ്രദ്ധിക്കുക. രണ്ട് സബ്സ്റ്റിറ്റ്യൂവൻസ് വരികയാണെങ്കിൽ ഇപ്പോൾ ഒന്നിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അടുത്ത സബ്സ്റ്റിറ്റ്യൂവൻ്റ് വരികയാണെങ്കിൽ ഇറ്റ് ക്യാൻ ടെൽ ഇറ്റ് ആസ് എ ഓർത്തോ. അതായത് ബെൻസിന് 2 ഓർത്തോ പൊസിഷൻ വരും, അതുപോലെ 2 മെറ്റാ പൊസിഷൻ വരും, പക്ഷേ ഒരു പാരാ പൊസിഷനേ ഉള്ളൂ. ഓക്കെ, നമ്മൾ മുകളിൽ നിൽക്കുന്ന സബ്സ്റ്റിറ്റ്യൂവൻ്റ് തൊട്ടടുത്ത പൊസിഷൻസ് കൺസിഡർ ചെയ്യുക. രണ്ട് പൊസിഷൻസ് വരാം ബെൻസിന്. അപ്പോൾ ഫസ്റ്റ് പൊസിഷനിൽ മുകളിൽ നിൽക്കുന്ന സബ്സ്റ്റിറ്റ്യൂവൻ്റ് 2 പൊസിഷൻസ്, അതായത് റൈറ്റും ലെഫ്റ്റും വരാം, അത് രണ്ടും ഓർത്തോയാണ്. അതുപോലെ മുകളിൽ നിൽക്കുന്ന സബ്സ്റ്റിറ്റ്യൂവൻ്റ് 2 3 പൊസിഷൻസ് ഉണ്ട്. ആ 2 3 പൊസിഷൻസും, അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നോക്കുകയാണെങ്കിൽ 3 എന്ന് പറഞ്ഞ പൊസിഷൻസ് കിട്ടും. നിങ്ങൾ വരച്ച് നോക്കുക. അപ്പോൾ ആ പൊസിഷൻസിന് നമ്മൾ മെറ്റ എന്ന് പറയും. പക്ഷേ 4th ഒരു പൊസിഷനേ ഉള്ളൂ, സോ ഇറ്റ് ഈസ് കോൾഡ് പാര. അപ്പോൾ ഓർത്തോ മെറ്റ പാരയ്ക്ക് എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബ്രോമോയും ക്ലോറിനും സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുന്ന ഓർത്തോ ഫസ്റ്റ് 1, സെക്കൻഡ് 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ മെറ്റ 1ഉം 3ഉം പൊസിഷനിൽ. അതുപോലെ തേർഡ് 1 ഇസ് ദ പാരാ പൊസിഷനിങ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നിങ്ങൾ കാണിച്ചിരിക്കുന്ന ക്ലോറിൻ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണമെങ്കിൽ വരാം. സോ അതിവിടെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരികയാണെങ്കിൽ അതായത് ഈ പൊസിഷന് വരികയാണെങ്കിലും അപ്പോൾ ഇങ്ങോട്ട് നമ്പർ ചെയ്യും നമ്മൾ. അപ്പോൾ ഈ ബെൻസിൻ്റെ ഈ 2 പൊസിഷൻസ് ഓർത്തോയാണ്, ഇത് രണ്ടും മെറ്റയാണ്, ഇത് ഒരെണ്ണം പാരയാണ്. ഓക്കെ, കമ്പയർഡ് ടു ദിസ് ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്യുമ്പോഴാണ് 2 ഓർത്തോ 2 മെറ്റ ആൻഡ് 1 പാര എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ഇഫ് 2 സബ്സ്റ്റൻസ് ആർ ഡിഫറെൻറ്റ്, ഇപ്പോൾ നമ്മൾ 2 ഡിഫറെൻറ്റ് സബ്സ്റ്റൻസിൻ്റെ കേസാണ് ഈ കാണിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ സെയിം ആയിരിക്കാം 2 സബ്സ്റ്റൻസ്, 2 ക്ലോറിൻ വരാം, 2 ക്ലോറിൻ തന്നെ രണ്ടും ഓർത്തോ പൊസിഷനിങ് വരാം, അല്ലെങ്കിൽ 2 ക്ലോറിൻ ഇൻ മെറ്റാ പൊസിഷനിങ് വരാം, 2 ക്ലോറിൻ ഇൻ പാരാ പൊസിഷനിങ് വരാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് വരാം, നൈട്രോ ക്ലോറോ, അല്ലെങ്കിൽ ബ്രോമോ ഐഡോ, അല്ലെങ്കിൽ ക്ലോറോ ഈതൈൽ, അങ്ങനെ എന്ത് സബ്സ്റ്റൻസ് വേണമെങ്കിലും ഈ പൊസിഷനിൽ നിങ്ങൾക്ക് വരാം. ഇഫ് ദ നെയിം of one of the substance is already incorporated in the name of the compound, then the incorporated substance is given the first position. And the number or specification ortho meta para is assigned to a second substance. അപ്പോൾ ഫസ്റ്റ് നമുക്കറിയാമെന്നുള്ളത്, അതായത് കോമൺ നെയിം ഉള്ള ഒരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അനിലിൻ എടുത്തിട്ട് അതിൻ്റെ പാരാ പൊസിഷനിൽ ബ്രോമിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പാരാ ബ്രോമോ അനിലിൻ എന്ന് പറയും, അല്ലെങ്കിൽ 4 ബ്രോമോ അനിലിൻ എന്ന് പറയും. ഇപ്പോൾ NH2ൻ്റെ പൊസിഷൻ നമ്മൾ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അവിടെ അനിലിനുണ്ട്, NH2 വിത്ത് റെസ്പെക്റ്റ് ടു ആണ് ബ്രോമിൻ വന്നിട്ടുള്ളത്, ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്. അതുപോലെ മെറ്റാനൈട്രോഫീനോൾ, ഇപ്പോൾ ഫീനോളുണ്ട്, അതിൻ്റെ ഫീനോൾ ഗ്രൂപ്പിൻ്റെ OH ഗ്രൂപ്പിൻ്റെ
മെറ്റാ പൊസിഷനിലാണ് NO2 ഗ്രൂപ്പ് വന്നിട്ടുള്ളതെന്ന് ഈ പേര് കേൾക്കുമ്പോൾ നമുക്ക് അണ്ടർസ്റ്റുഡ് ആണ്. ദറ്റ് ഈസ് 3 നൈട്രോഫീനോൾ അല്ലെങ്കിൽ മെറ്റാ നൈട്രോഫീനോൾ. അപ്പോൾ ഈ സ്ട്രക്ചർ നിങ്ങളൊന്ന് വരച്ച് നോക്കുക. അതുപോലെ 2 ക്ലോറോ ബെൻസോയിക് ആസിഡ്, സെക്കൻഡ് പൊസിഷനിൽ ബെൻസോയിക് ആസിഡിൻ്റെ സെക്കൻഡ് പൊസിഷനിൽ ക്ലോറിൻ ഗ്രൂപ്പ് ഉണ്ട്. സോ ഇറ്റ് ഈസ് കാൾഡ് ഓർത്തോ ക്ലോറോ ബെൻസോയിക് ആസിഡ്. അതുപോലെ 2 സബ്സ്റ്റിറ്റ്യൂവൻറ്റിനും കോമൺ നെയിം വരുന്ന ചില കോമ്പൗണ്ട്സ് ഉണ്ട്. അതാണ് ഒന്ന് പാരാസൈലീൻ എന്ന് പറഞ്ഞാൽ പാരാ പൊസിഷനിൽ 2 മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്, CH3 ഗ്രൂപ്പ് വരുന്നത്, അതായത് 1ഉം 4ഉം പൊസിഷനിൽ പാരാസൈലീൻ. മെറ്റാക്രസോൾ, അതായത് OH-CH3 ഗ്രൂപ്പ് 1 ആൻഡ് 3 പൊസിഷനിൽ OH-CH3 വരുന്ന ഗ്രൂപ്പുണ്ട്. അതുപോലെ ഓർത്തോടോളുഡിൻ, അതായത് ഓർത്തോ പൊസിഷനിൽ CH3 വരുന്നതാണ് നമ്മൾ ബെൻസിൽ CH3 വരുന്ന ടൊളുഡിൻ, അതിൻ്റെ ഓർത്തോ പൊസിഷനിൽ NH2 ഗ്രൂപ്പ് വരുന്നതാണ് ഓർത്തോടോളുഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേ ടൊളുവിനാണ്, ടൊളുഡിനല്ല ടൊളുവിനാണ് CH3 വരുന്നത്. അതിൻ്റെ NH2 വന്നു കഴിഞ്ഞാൽ ഓർത്തോടോളുഡിനായിട്ട് മാറും. അപ്പോൾ ഈ ലാസ്റ്റ് പറഞ്ഞത് നിങ്ങൾ സ്ട്രക്ചേഴ്സ് ഒന്ന് വരച്ച് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വി വിൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.